ഇയാൾക്ക് മുമ്പും പോലീസിൽ കേസുകളുള്ളതും ചൈൽഡ് ഹോമിൽ മോഷണ കേസുകൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് കിട്ടിയ പരിചയത്തിൽ നിന്നാണ് രണ്ടുപേരും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കടന്നിട്ടുള്ളത്. മോഷ്ടിച്ച 2 ബൈക്കുകളിൽ കഞ്ചാവുമായി കറങ്ങി നടന്ന 2 യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. കോട്ടയം കുടമാളൂരാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുടമാളൂർ സ്വദേശിയായ 18 വയസ്സുകാരനും ഇടുക്കി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയുമാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇവർ തിരുവഞ്ചൂർ കറക്ഷൻ ഹോമിൽ നിന്ന് പരിചയപ്പെട്ട സുഹൃത്തുക്കളായതാണ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയ്ക്കിടെയാണ് യുവാക്കൾ പിടിയിലായത്. കോട്ടയം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് സംഘമാണ് 2 പേരെയും കുടമാളൂർ ഭാഗത്ത് നിന്ന് പിടികൂടിയത്. കുടമാളൂർ മറിയൻപറമ്പിൽ വീട്ടിൽ ഏബൽ ജിജോ ജോർജ് 18 വയസ്സ്, ഇടുക്കി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത യുവാവ് എന്നിവരെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 5:30 കോട്ടയം കുടമാളൂർ ഭാഗത്തായിരുന്നു സംഭവം. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടെയാണ് ഏബലിനെയും ഒപ്പമുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയും കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ ശരീര പരിശോധന നടത്തിയപ്പോൾ ഏബലിന്റെ കയ്യിൽ നിന്നും 8 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഇടുക്കിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ എക്സൈസ് സംഘത്തോട് സമ്മതിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ പക്കലുണ്ടായിരുന്ന 2 ബൈക്കുകൾ മോഷ്ടിച്ചതാണ് എന്ന് കണ്ടെത്തിയത്. മണർകാട്, കൊച്ചി വൈറ്റില എന്നിവിടങ്ങളിൽ നിന്നാണ് 2 ബൈക്കുകൾ ഇരുവരും മോഷ്ടിച്ചതെന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രത്യേക 100 ദിന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിൽ കുടമാളൂർ ജംഗ്ഷനിൽ നിന്ന് 8 ഗ്രാം കഞ്ചാവും 2 മോഷണ ബൈക്കുകളുമായിട്ട് 2 പേരെ നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ 18 വയസ്സായ ഒരു ഏബൽ ലിജോ ജോർജ് എന്ന ആളാണ്. ഇയാൾ കോട്ടയം സ്വദേശിയാണ്. ഇയാൾക്ക് മുമ്പും പോലീസിൽ കേസുകളുള്ളതും ചൈൽഡ് ഹോമിൽ മോഷണ കേസുകൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. മറ്റൊന്ന് നിയമമായി സമരസപ്പെടാത്ത ഇടുക്കി സ്വദേശിയായ ഒരു കുട്ടിയാണ്. 2 പേരെയും ഈ കേസിലേക്ക് പ്രതി ചേർത്തിട്ടുണ്ട്. 1-ാം പ്രതി അറസ്റ്റ് ചെയ്ത് മേൽക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ച് തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. വാഹന പരിശോധന നടത്തുന്നതിനായി പാർട്ടി പെട്രോളിങ്ങിന് പോകുന്ന സമയം 2 ആളുകൾ പൾസർ 220 വാഹനം തള്ളിക്കൊണ്ടു പോകുന്നത് ശ്രദ്ധയിൽ കണ്ട് വാഹനം ടിയാൻമരെ വട്ടം വെച്ച് സാഹസികമായി ഇവരെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 8 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരുടെ കൈവശം നിന്ന് കിട്ടിയത്. 2-ാം പ്രതി കുമ്പളിൽ നിന്നും കൊണ്ടുവന്നാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയവരാണ്. 2 പേർക്കും മുമ്പ് തിരുവഞ്ചൂർ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടാണ് 2 പേരും. ഇങ്ങനെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് കിട്ടിയ പരിചയത്തിൽ നിന്നാണ് 2 പേരും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇരുവരും മുൻപ് പാമ്പാടി, ഗാന്ധിനഗർ, മണർകാട് എന്നിവിടങ്ങളിൽ വിവിധ കേസുകളിൽ പ്രതികളാണ്. ഗാന്ധിനഗർ ഭാഗത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 2 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലും ഏബൽ പ്രതിയാണ് എന്ന് എക്സൈസ് സംഘം പറയുന്നു. ഇരുവരും മോഷ്ടിച്ച ബൈക്കുകളുമായി ബന്ധപ്പെട്ട 2 പേരെയും പാമ്പാടി, മണർകാട് പോലീസ് സംഘം എക്സൈസ് ഓഫീസിലെത്തി ചോദ്യം ചെയ്തു. 2 പേരും തിരുവഞ്ചൂർ കറക്ഷൻ ഹോമിൽ നിന്നാണ് പരിചയപ്പെട്ട സുഹൃത്തുക്കളായതെന്ന് എക്സൈസ് സംഘം പറയുന്നു. ഫോക്കസ് ന്യൂസ് TV, കോട്ടയം.